فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم
وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. അള്ളാഹുവിനെ എല്ലാ സമയത്തും ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് മാത്രം ലഭിക്കുന്ന, ജീവിതത്തിൽ അപൂർവമായി മാത്രം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ, ഉദ്കുറൂനി അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പോൾ ഒരു സദസ്സിലാണെങ്കിൽ, ഒരു സദസ്സിലിരുന്നിട്ടാണ് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുന്നതെങ്കിൽ ആ സദസ്സിൽ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ഉണ്ടാകുമെന്നും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നല്ലൊരു മഴൻ്റെ ദിവസമാണ്. അങ്ങനൊരു ദിവസമായിട്ടും ഈ സമയത്ത് സൂറത്ത് നൂറിലെ 18 ആയത്ത്, അതും നമ്മൾ അർത്ഥം പഠിച്ച 18 ആയത്തുകൾ, കാണാതെ പഠിച്ച 18 ആയത്തുകൾ നമുക്ക് ഓതാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളെ കബറിലേക്കുള്ള ഒരു നൂറാക്കി ഈ സൂറത്ത് നൂറിലെ ആയത്തുകൾ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് മൗഇലത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ശിക്ഷ, അത് ഉപദേശം എന്ന് പറയുന്നത് വെറും വാക്കുകൾ മാത്രമല്ല, പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നൽകുന്ന ഉപദേശങ്ങളോ മാത്രമല്ല, മറിച്ച് അല്ലാഹു തആല ചില കാര്യങ്ങളെ എന്തായിട്ട് മാറ്റും, ചില ശിക്ഷകൾ വലിയ ഉപദേശമായിട്ട് മാറും. അതാണ് നക്കാലൻ ഫജഅൽനാഹ നക്കാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹ വമൗഇദത്തുൻ ലിൽമുത്തഖീൻ എന്ന് പറഞ്ഞത്. അത് ആ ശിക്ഷ, സബത്തിൻ്റെ ശിക്ഷ അവർക്ക് മുമ്പുള്ള അവരുടെ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും പിന്നീട് വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ എന്താണ്, ഒരു മൗഇദത്താണ്, ഉപദേശമാണ് എന്നാ പറഞ്ഞത്. അപ്പം നമുക്കൊക്കെ ഒരു വലിയ ഉപദേശമാണ് എന്ത്, ആ സബത്തിലെ വിഷയവും അതിനുശേഷം അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷയും ഒക്കെ പിൻഗാമികളായത്. നമുക്ക് ഒരു അള്ളാഹു തആല ഒരു കാര്യം വിലക്കിയാൽ പിന്നെ നമുക്ക് അവിടെ സ്വന്തമായ തീരുമാനങ്ങൾ ഉണ്ടാവരുത്. നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യം അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി നമ്മൾ എന്തിരിക്കണം, ചോദ്യം ചെയ്യാതെ പൂർണ്ണമായും അത് അനുസരിച്ചിരിക്കണം എന്ന ഒരു വലിയൊരു പാഠമാണ് നമുക്കതിൽ നിന്ന് കിട്ടാനുള്ളത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? എന്ന് പറഞ്ഞ അൽ ബഖറയിലെ 275 പറഞ്ഞില്ലേ? എങ്ങനെ ഏതില്? അതല്ല നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞത് നമ്മൾ 2-66 പറഞ്ഞു, പിന്നെ 2-275 പറഞ്ഞിരുന്നോ? പറഞ്ഞു. 275 വിഷയം എന്താണ്? പലിശയാണ്.
അല്ലേ? പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ, ആ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം അതിൽ പിന്നെ നമുക്ക് എങ്ങനെയായിരുന്നാലും വീണ്ടും 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 സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ടത്. നമ്മൾ നിൽക്കേണ്ട ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിന് സാക്ഷികളാകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ അത്രയും ഗൗരവം, നമ്മൾ കേൾക്കണതന്നെ ഒരു അരോചകല്ലേ, അത്രയും ഗൗരവമുള്ള വിഷയമാണെന്ത്, പലിശയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മളിപ്പം വാഹനം, പിന്നെ ഇപ്പം നമുക്ക് ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ പിന്നെ ഇത് അടവിനല്ലാതെ കിട്ടൂല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യും, സത്യവിശ്വാസി എന്ന നിലയ്ക്ക് അങ്ങനെ അതിലേക്ക് ഇടപെടുന്ന മേഖലകളിൽ നിന്ന് പരമാവധി അകന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ചാൽ, ഒരു സൈക്കിൾ വാങ്ങാൻ കയ്യിൽ കാശുണ്ടാകുമ്പോൾ സൈക്കിൾ വാങ്ങുക, അപ്പോൾ പോയിട്ടൊരു സ്കൂട്ടർ വാങ്ങരുത്. അതാണ് ഇസ്ലാമിക നിലപാട്. മനസ്സിലായില്ലേ? അന്നല്ലാഹു യബ്സുത്തു റിസ്ക ലിമൻ യശാഉ വ യഖ്ദിർ എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ? അതായത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകൾക്കും, അതായത് ഭൂമിയിലെ ഈ പിന്നെ ഉപജീവന മാർഗം വിശാലമാക്കുക, അത് പരിമിതപ്പെടുത്തുക എന്നുള്ളത് ബാലൻസാണ്, ഭൂമിൻ്റെ ബാലൻസിങ് ആണ്. അതായത് എല്ലാവർക്കും അള്ളാഹ്ക്ക് മുതൽ കൊടുക്കാൻ അള്ളാഹിൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇല്ലേ? ലഹു മക്കാലിദു സമാവാതി വൽ അർദ്, അള്ളാഹിൻ്റെ അടുക്കൽ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് പൂതി തീരോളം കൊടുത്താലും അള്ളാഹിൻ്റെ ഖജനാവിൽ ഒരു കുറവുണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹ് കൊടുക്കാത്തത്? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബഗൗ ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാകുന്ന അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞേനെ. വലു ബസത്തല്ലാഹു റിസ്ക്, അള്ളാഹ് എല്ലാവർക്കും ഒരേപോലെ റിസ്ക് എല്ലാവർക്കും വിശാലമാക്കി കൊടുത്താൽ എന്താ ഭൂമിയിൽ ഉണ്ടാകുക? അല്ല ബഗൗ ഫിൽ അർളി, ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്. കാരണം എന്താ? അതിക്രമം ഉണ്ടാകും. എങ്ങനെ അതിക്രമം? എല്ലാവർക്കും ഒരേപോലെ സ്വത്ത് കൊടുത്താൽ എങ്ങനെ അതിക്രമം ഉണ്ടാകുക? എന്നാലോചിച്ച് നോക്കിയാണ്. എങ്ങനെ റഫീഖ് ഭായി ഉണ്ടാകുക? എല്ലാവർക്കും ഒരേപോലെ അള്ളാഹ് മുതൽ കൊടുത്താൽ, ആരും പാവങ്ങളൊന്നും ആക്കാതെ എല്ലാവർക്കും കൊടുത്താൽ എന്തായിരിക്കും ഭൂമിയിൽ? അള്ളാഹ് പറയണ കുഴപ്പമുണ്ടാവും. എങ്ങനെ കുഴപ്പമുണ്ടാകുക? എല്ലാവർക്കും അള്ളാഹ് ഒരേപോലെ മുതൽ കൊടുത്താൽ ഭൂമിയിൽ കുഴപ്പമുണ്ടായാൽ എങ്ങനെ? അല്ല, അതൊക്കെ അത് വേറെ, അതിപ്പോഴും ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്താൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ട് ഉണ്ടാക്കുന്ന കുഴപ്പം, അത് നിങ്ങൾ പറഞ്ഞത് മുതലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതേ സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്താൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതായത് ഇപ്പം ഒരാളുടെ വരുമാന മാർഗത്തിൽ വിശാലത ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറെ പണിക്കാർ വേണം, അല്ലെ? ജോലിക്കാർ വേണം. അല്ല, കച്ചവടമാകട്ടെ, ഫാക്ടറി ആവട്ടെ, എന്താവട്ടെ, എന്ത് വേണം? ജോലിക്കാർ വേണം. ഈ ജോലി എല്ലാവർക്കും ഒരേപോലെ ആകുമ്പോൾ എനിക്ക് ജോലിക്ക് ആവശ്യമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ട? നിങ്ങളെ കീഴിൽ പണിക്ക് വരേണ്ട കാര്യമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു സംഗതി നടക്കൂല. അപ്പൊ അവസാനം എവിടേക്ക് പോകും? എല്ലാരും ഒരേപോലെ ദാരിദ്ര്യത്തിലേക്ക് പോകും. ഉറപ്പല്ലേ? പണിക്കാരെ കിട്ടൂല. പണിക്കാരെല്ലാവർക്കും ഒരേപോലെ മുതലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെമാരും മുതലുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പേര് പണിക്കാൻ വരണം, വേണ്ട. എൻ്റെ പേരിലെ പണിക്ക് നിങ്ങളെ കിട്ടൂല. പിന്നെ എന്താ ഉണ്ടാകുക? അവിടെ അക്രമം ഉണ്ടാകൽ എങ്ങനെയെന്ന് വെച്ചാൽ, പിന്നെ അവിടെ ഉണ്ടാകുന്നത് ആളുകളെ അടിമകളാക്കാൻ വേണ്ടി ശ്രമം നടക്കും. മുതലാളിമാരെ തന്നെ എന്ത് ചെയ്യും? പിടിച്ചുകൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകും. ആരോഗ്യമുള്ള എന്ത് ചെയ്യും? കയ്യൂക്കുള്ളവൻ കാര്യം നടത്തും. കൊണ്ടേറ്റ് എന്താക്കും? അടിമയാക്കി വെച്ചിട്ട് ഓനെ കൊണ്ട് പണിയെടുപ്പിക്കും, ജോലി ചെയ്യിപ്പിക്കും. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക? അക്രമം ഉണ്ടാവും. അള്ളാഹ് പറഞ്ഞ എത്ര സത്യ ലബഗൗഫിൽ അർളി. അപ്പൊ പിന്നെ എന്താണ്? കുറെ ആളുകൾക്ക് അള്ളാഹു തആല സമ്പത്ത് കൊടുക്കുന്നു, കുറെ ആളുകൾ സമ്പത്ത് കൊടുക്കാതിരിക്കുന്നു. എന്താ കാരണം? ഇത് ഭൂമിയിൽ അത് റൊട്ടേഷൻ ഇങ്ങനെ നടക്കണമെങ്കിൽ അതിന്റെ ബാലൻസിംഗ് ആണ് ശരിക്കും ഈ കുറച്ച് ആൾക്കാരെ പണക്കാരും കുറച്ച് ആൾക്കാരെ പാവങ്ങളും ആക്കിയത്. അള്ളാഹിന്റെ ഭയങ്കരമായ ഹിക്മത്താണ്. കാരണം എന്താ? നിങ്ങൾക്കുള്ളത് ഞാൻ പണിക്ക് വരുമ്പോൾ നിങ്ങൾ എനിക്ക് തരുമ്പോൾ എൻ്റെ കുടുംബത്തിന്റെ കാര്യം നടക്കും, നിങ്ങളെ കാര്യം നടക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ എന്ത് നടക്കുള്ളൂ? ഈ ഭൂമിയിൽ ഈ ശരിക്ക് എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ഈ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഭൂമിയിലെ നിലനിൽപ്പിന് മനുഷ്യന് സാധിക്കുള്ളൂ, സ്വസ്ഥമായ നിലനിൽപ്പിന് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അപ്പൊ അള്ളാഹു തആല അങ്ങനെ ചില ആളുകൾക്ക് പരിമിതമാക്കിയതും ചില ആൾക്കാർക്ക് കൂടുതൽ കൊടുത്തതും നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ.
ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഒരു ചെറിയൊരു വീടുണ്ടാക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉള്ളൂ വിചാരിക്കുക. ഒരു റൂം ഒരു ഓടിട്ട വീട് അല്ലെങ്കിൽ ടെറസിൻ്റെ വീടുണ്ടാക്കാനേ പൈസ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്? ലോൺ എടുക്കുകയാണ്. എന്താ ചെയ്യണത്? ലോൺ എടുത്തിട്ട് ഞാൻ വലിയ പെര ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന സംഗതി എന്താ? അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അള്ളാഹ് എനിക്ക് തന്ന ആ നിയന്ത്രണം അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നും സംഭവിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി? ഇവിടെ ഇവന് ലോൺ എടുക്കുമ്പോൾ പലിശക്കായി, പലിശൻ്റെ മേലെ പലിശയായി, അതിന് മേലുള്ള എല്ലാ ദുരന്തങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം വരും. അപ്പോൾ ഇസ്ലാം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കയ്യിൽ പൈസ ഇല്ലാത്തവന് ഓനൊരു സൈക്കിൾ ആണെങ്കിൽ സൈക്കിൾ വാങ്ങിയാൽ മതി, ഒരു സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ വാങ്ങിയാൽ മതി. സ്കൂട്ടർ വാങ്ങാൻ പൈസ ഉള്ളവൻ കാറ് പോയി വാങ്ങുമ്പോൾ എന്ത് ചെയ്യണത്? പ്രയാസം ഉണ്ടാണ് അവിടെയാണ്. അപ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കാനൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് അംഗീകരിക്കുന്നൊരവസ്ഥ പോലും ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്നപ്പെടുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ പലിശയുടെ വിഷയത്തിലും അതൊരു വലിയ ഉപദേശമാണ്. അള്ളാഹു നമുക്ക് തരുന്നത് വലിയൊരു മൗഇദത്താണത്. ആ ഉപദേശം നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പാലിച്ചേ പറ്റൂ. അതാണ് പിശാച് ബാധ ഏറ്റവൻ മറിഞ്ഞു വീഴുന്നത് പോലെ മറിഞ്ഞു വീഴുമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റെന്താ EMI എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അല്ലേ? ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ പുതിയ രൂപത്തിൽ വരികയാണ്. പലിശകൾ ഓരോന്നും പുതിയ രൂപത്തിൽ വരിക. അതായത് ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ തിന്മ. ഈ പലിശ എന്ന് പറഞ്ഞത് എന്താ? ശരിക്ക് ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യലാണ്. അതുകൊണ്ടാണ് ആ പലിശ അത്രയും ഗൗരവമായിട്ട് അള്ളാഹു തആല എടുത്ത് പറഞ്ഞത്. അത്രയും ഗൗരവമായിട്ട് വലിയ സ്വന്തം അങ്ങനെ ഈ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നതിനേക്കാൾ നല്ല ആൾക്ക് ഉമ്മാനെ പോയി വ്യഭിചരിച്ചു വിടാന്നുള്ള ചോദ്യമാണത്. അത്രയും ഗൗരവത്തിലാണത്. അതിന് സമമാണെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട, അത്രയും ഉളുപ്പില്ലാത്ത പരിപാടിയാണ് ഈ പാവപ്പെട്ടവനെ ഈ ചൂഷണം ചെയ്ത് പലിശ വാങ്ങാന്ന് പറഞ്ഞ പരിപാടി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഇനി അടുത്ത വിഷയം നമുക്ക് പഠിക്കാനുള്ളത്, ഈ വിഷയങ്ങളൊക്കെയും ഇപ്പം ഇതിൽ ലാസ്റ്റിലേക്ക് വരികയാണ്. ഈ വിഷയങ്ങളൊക്കെയും നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഉപദേശം കൊണ്ടാണ്. അതിന് നിർബന്ധമായും ആ ഉപദേശം നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾ ഉപദേശം തേടിപ്പോകും. ഞാൻ പറഞ്ഞ പോയിന്റ് മറക്കരുത്, പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചില സമയത്ത് നമ്മൾ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഉപദേശിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല പലപ്പോഴും, അല്ലേ? ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളെ ഉപദേശിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇതൊക്കെ എനിക്ക് പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഈഗോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നമ്മളെ ഉള്ളിൽ. എന്നാൽ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾ ചില ഉപദേശങ്ങൾ തേടിപ്പോകും, ഇല്ലേ? ഉപദേശം തേടിപ്പോകും. എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊരു കുടുംബത്തിനൊരു കൗൺസിലിംഗ് ആവശ്യമായിട്ട് വന്ന് വിചാരിക്കാം. കൗൺസിലിംഗ് എന്താ? തേടി പൈസ കൊടുത്ത് പോവാണ്. പൈസ കൊടുത്ത് പോവുക. 1 മണിക്കൂർ നേരത്തെ കൗൺസിലിങ്ങിന് 2000, 2500, 3000 ഇന്ന് ഡോക്ടർമാർ വാങ്ങണത്. ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഫീസ് അതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ മൗഇദത്ത് പഠിക്കുമ്പോൾ പഠിക്കാം. എന്തുകൊണ്ടാ? 2000, 3000 കൊടുക്കാൻ പൂതിണ്ടായിട്ട് പോയതാണോ? സ്വതക്ക കൊടുക്കാൻ പോയതാണോ? അല്ല. പിന്നെന്താ? ആ ഉപദേശം നമ്മളെ കൗൺസിലിംഗ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായത് കൊണ്ടാണ് പോണത്, അല്ലേ? അത്യാവശ്യമായത് കൊണ്ടാണ് പോണത്. പല ആൾക്കാരും അത് സ്വകാര്യമായിട്ടാണ് പോവുക. കാരണം ഒരാൾ കൗൺസിലിങ്ങിന് പോയി എന്ന് അറിയുന്നത് പോലും എന്തല്ല, ഇഷ്ടല്ല. ഇപ്പം ചെറിയ കുട്ടികൾക്കടക്കം, ഇപ്പം ഞാൻ സ്കൂളിൽ അധ്യാപകനായി 31 കൊല്ലം സർവീസ് എടുത്ത ഒരാളെന്നുള്ളതൊക്കെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ കുട്ടികൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചിട്ട് രക്ഷിതാക്കളോട് പറയും, നമുക്കൊരു കുട്ടിക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. അധ്യാപകർ നമ്മൾ പറഞ്ഞു രക്ഷിതാക്കളെ വിളിക്കലപ്പോഴാണ്. അധ്യാപകർ ഈ തൊട്ടീനും തുടങ്ങിയൊന്നും രക്ഷിതാക്കളെ വിളിക്കൊന്നുമില്ലല്ലോ. അധ്യാപകർ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ അവരെന്നെ എന്ത് ചെയ്യും? മാനേജ് ചെയ്യും. അവരെന്നെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു നിർവാഹം ഇല്ലാത്ത ഘട്ടം വരുമ്പോൾ ആരെ വിളിക്കുക? അപ്പോൾ ആ രക്ഷിതാക്കളെ വിളിച്ചിട്ട് രക്ഷിതാക്കളോട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടും. അപ്പോൾ രക്ഷിതാക്കളെ വിളിക്കുന്നത്, രക്ഷിതാക്കൾ പറയുന്നത്
സാറേ ഞാൻ കുറേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് പറയാനൊന്നുമില്ല, വീട്ടിൽ ഒരുപാട് ആ പറഞ്ഞത് ഒരുപാട് അടിയിട്ടീൻ എന്നും ചീത്തയും ഇതൊക്കെ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൽ തന്നെയാണ് എന്നൊക്കെ പറയും. അവരും തോറ്റതായിട്ടാണ് പറയാം. 99% അങ്ങനെ പറയാം. ഞങ്ങൾ തോറ്റിക്കണം സാറേ, ഞങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പറയാം നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ പറഞ്ഞിട്ടും ഇത് നിങ്ങൾ പറഞ്ഞു ശരി, അപ്പോൾ നമുക്കൊരു കൗൺസിലിംഗ് ചെയ്യാം. കൗൺസിലിംഗ് നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ട്. സ്കൂളിൽ തന്നെ കൗൺസിലിങ്ങിന് ചില ടീച്ചേഴ്സ് ഉണ്ട്, മാഷുമാരുണ്ട്, ടീച്ചർമാരുണ്ട്. അവരുടെ റൂമിൽ കൗൺസിലിങ്ങിൻ്റെ പ്രത്യേക റൂമുണ്ട്. അപ്പോൾ എൻ്റെ നമ്മളെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക റൂം. ആ റൂം അപ്പോൾ അവിടെ കൊണ്ടിട്ട് അപ്പോൾ അവർക്ക് പറ്റൂല. അപ്പോൾ അത് വേണ്ട സാറേ അറിയാം. എന്താ കാരണം? അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് പുറമക്കാരറിയുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യണത്, കൗൺസിലിംഗ് ചെയ്യണത്. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നപ്പോൾ പറയുന്നത് അത് എന്തൊക്കെ കുട്ടീനെ ആരൊക്കെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. ആ കുട്ടീനെ അവർക്ക് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ആൾക്കാർ അന്വേഷിക്കൂല അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ചില ഉപദേശങ്ങൾ തേടിപ്പോകേണ്ടി വരുന്ന അവസ്ഥകളുണ്ടാകും. ആ അവസ്ഥകൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾ പോവുക അല്ലേ? നമുക്ക് ഒരു മാർഗവും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത്ര ഉപദേശങ്ങൾ തേടി പോകാറുള്ളത്. എങ്കിൽ ഞാനിത് പറഞ്ഞതിനറിയോ, നമ്മൾ വായിക്കാൻ പോണ ആയത്ത് നമുക്ക് നിർബന്ധമായും നമ്മൾ തേടി വരേണ്ട ഒരു ഉപദേശമുണ്ട്, അന്വേഷിച്ച് വരേണ്ട ഒരു ഉപദേശം, നമുക്ക് നിർബന്ധമായും കിട്ടേണ്ട ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് ഖുർആൻ. അത് നമ്മൾ തേടി വരണം, നമ്മൾ വരണം. നമ്മളെ മക്കൾ ഖുർആൻ ക്ലാസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ആർക്കും കൗൺസിലിങ്ങിന് പോണ പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. പക്ഷേ ഏറ്റവും വലിയ മനഃശാസ്ത്രമാണെന്ത്? ഖുർആൻ നമുക്ക് നൽകുന്നത്. ഖുർആനിനോളം ഒരു ഉപദേശം ലോകത്ത് ഒരാൾക്കും കൊടുക്കാനില്ല. അപ്പോൾ ഈ ആയത്ത് പിന്നെ സൂറത്ത് ആലി ഇമ്രാനിലെ 138 ആയത്ത് 3-ൽ 138 കണ്ടാ? ബാക്കി ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. 138 ആയത്ത് ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇദത്തുൽ ലിൽമുത്തഖീൻ. ഹാദാ ഇത് ഏതാണ്? ഖുർആൻ. ബയാനുൽ ലിന്നാസ് ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. വഹുദൻ സന്മാർഗമാണ്, മാർഗദർശനവുമാണ്. വമൗഇദത്തുൻ ഉപദേശവുമാണ്. ആർക്ക്? ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉപദേശമാണ് ഖുർആൻ. ഈ ഖുർആനാകുന്ന ഉപദേശം തേടിപ്പോകൽ നമുക്കും നമ്മളെ മക്കൾക്കും കുടുംബത്തിനും ആവശ്യമാണ്. ഇത് തേടാതിരിക്കുമ്പോഴാണ് പിന്നെ 2000-3000 കൊടുത്തിട്ട് കൗൺസിലിങ്ങിന് പോകേണ്ട ഗതികേട് വരലപ്പെടാം. നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിൻ്റെ മേലത്തെ താഴത്തായത്തൊന്ന് വായിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാതെക്കാൻ പറ്റൂല. അതിൻ്റെ മേലത്തെ ആയത്ത് വായിക്കി. ഖദ് ഖലത്ത് മിൻ ഖബലിക്കും സുനനുൻ ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ. ഇതിനൊക്കെ നിഷേധിച്ച് തള്ളുന്ന ആൾക്കാരെ, വേദഗ്രന്ഥങ്ങളെ നിഷേധിച്ച് തള്ളുന്ന ആൾക്കാരെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണാൻ വേണ്ടി ഭൂമിയിൽ കൂടെ തന്നെ സഞ്ചരിച്ചാളേ. അവരെ ചര്യകൾ, മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൻ്റെ ചര്യകൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ഭൂമിയിൽ കൂടെ ഒന്ന് നടന്നു നോക്കി. നിങ്ങൾ വേണ്ട, നമുക്ക് ഭൂമി കൂടെ നടക്കാൻ കഴിയില്ല, പൈസ ഇല്ല, വേണ്ട, നിങ്ങൾ ഖുർആനിൽ കൂടെ പോയാൽ മതി, ഇതൊക്കെ കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലോകത്ത് പല ഭാഗത്തും ഭൂമിയിലുണ്ട്. മുൻപ് സമുദായങ്ങളൊക്കെ എവിടെ ജീവിച്ചത്? ഭൂമിയിൽ തന്നെയാണ്. ഭൂമിയിൽ പല പ്രദേശത്ത് ജീവിച്ചവരാണ്. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ സൗകര്യം ഇല്ലാതിരിച്ചോളി. വേണ്ട, നിങ്ങൾക്ക് എവിടെ കാണാം? ആ സീറൂഫിൽ അർദ് ഖുർആനിലൂടെ തന്നെ സഞ്ചരിച്ചാൽ മതി. ഭൂമിയിൽ കൂടെ തന്നെ വണ്ടി എടുത്ത് പോകണമെന്നില്ല, ഖുർആനിലൂടെ സഞ്ചരിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. എന്തായിരുന്നു ഒരവസ്ഥ എന്നുള്ളത്, എന്താ അവർക്ക് പറ്റിയത്, എത്ര കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോയി ഭൂമിയിൽ, എത്ര സമൂഹം തകർന്നടിഞ്ഞു പോയി, എത്ര സമുദായം നിലം പരിശായി. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അതിന് ശേഷമാണ് ഹാദാ ബയാനുൻ ലിന്നാസ് എന്ന് പറയും. ഇനി അടുത്ത ആയത്ത് വായിക്കുക. വലാ തഹിനു വലാ, നിങ്ങൾ തളരരുത്, നിങ്ങൾ ദുഃഖിക്കണ്ട, സങ്കടം വേണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മൾ പിന്നെ ഒരു കൗൺസിലിങ്ങിനും ഉപദേശത്തിനൊക്കെ പോണത് എന്തിനാ?
നമുക്ക് വല്ലാത്ത വിഷമവും സങ്കടവും, വേറെ മാർഗമില്ലാത്തോണ്ട് പോകല്ലേ, അല്ലെ? മാർഗമില്ലാത്തോണ്ടാ പോണത്. അപ്പം അള്ള പറയാണ്, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ തളരൂല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരൂല. അൻതുമുല്ല അലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഈ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മേലുള്ള ആൾക്കാർ. സങ്കടപ്പെടേണ്ട, ദുഃഖിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, രണ്ടും വായിച്ചാൽ സുബഹാനല്ലാഹ് പറയാക്കാൻ പറ്റൂല. കാരണം എന്താ, ഈ രണ്ടായത്തുകൾ നോക്കി. ഈ മൗഇദത്ത് എന്തിനാണ്, അല്ലേ? നമ്മളൊരു ഉപദേശം തേടി പോകൽ അത്രയും സങ്കടം ഉണ്ടാകുമ്പോഴാണ്, അല്ലേ? അത്രയും വിഷമം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്വന്തം മോനറ്റും ഒക്കെ നമ്മളൊരു കൗൺസിലിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരെ പറച്ചിലും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടും പോകണമെന്നുണ്ടെങ്കിൽ അത്രയും സങ്കടവും വിഷമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴല്ലേ പോണത്. അപ്പം അള്ളാ പറയാണ്, നിങ്ങൾക്ക് അതിലൊന്നും ആവശ്യമില്ല, നിങ്ങൾ ഈ ഖുർആൻ പഠിച്ചോളി, കുടുംബമായിട്ട് ഖുർആൻ പഠിച്ചോളി, ഖുർആൻ പഠിക്കാൻ നിങ്ങൾ വന്നോളി, നിങ്ങൾക്ക് സങ്കടം വേണ്ട, ദുഃഖം വേണ്ട, നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോകേണ്ടി വരില്ല. മനസ്സിലായിട്ടല്ലോ പറഞ്ഞത്. അപ്പൊ ഖുർആനാകുന്ന ഉപദേശം അത് നമ്മൾ തേടി വരണം. ചില ഉപദേശങ്ങൾ നമ്മൾ തേടി പോകേണ്ടി വരും. അതിൽ തേടി വരേണ്ട ഉപദേശമാണ് ഇത്, ഖുർആനാകുന്ന ഉപദേശം. ഇനി 5:46 മാഇദയിലെ 46-ാമത്തെ ആയത്ത്. പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല ഇങ്ങനെ ഈ എല്ലാ കാലത്തും എന്തുണ്ട്, ഉപദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ആർക്കാ ഉപദേശം ആവശ്യം? മൗഇദത്ത് ആർക്കാ ആവശ്യം? നമ്മളെ പെരിയിലെ പൂത്തിനും ആടിനൊക്കെ ഉപദേശം ആവശ്യമുണ്ടോ? ഉണ്ടോ? പൂച്ചക്കും നായക്കും പട്ടിക്കൊക്കെ ഉപദേശം ആവശ്യമുണ്ടോ? ഇല്ല. ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉപദേശം ആർക്കാ ആവശ്യം? അതുകൊണ്ടാണ് ഭൂമിയിൽ അല്ലാഹു തആല കഴിഞ്ഞു പോയ തലമുറയിലെ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലാഹു പറവ കഫൈന അലാ ആസാരിഹിം ബിഈസാ ഇബ്നു മറിയം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി വ ആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വ നൂർ. കണ്ട, ഇതൊക്കെ ഹുദയാണ്, നൂറാണ്. കണ്ട, വ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്തി ഹുദൻ വ മൗഇദത്തൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ഉപദേശമാണ്. അപ്പോൾ ആ ഉപദേശം മുത്തഖീങ്ങൾക്കുള്ള ഉപദേശമാണ്. ആ ഉപദേശം നമ്മൾ എന്ത് ചെയ്യണം? തേടിപ്പോണം. തൗറാത്തും ഇൻജീലൊക്കെ പറഞ്ഞ എന്തിനാണ്? ഖുർആനെ പറ്റി പറയാനാണ്. ആ തൗറാത്തും ഇൻജീലൊക്കെ കാലാകാലങ്ങളിൽ ആളുകൾക്ക് കിട്ടേണ്ടിയിരുന്ന ഓരോ കാലഘട്ടങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ മുഹമ്മദിന്റെ ഉമ്മത്തിങ്ങൾക്ക് കിട്ടേണ്ട ഉപദേശം തീർച്ചയായും എവിടെയുണ്ട്? ഖുർആനിലുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ ഉപദേശം നമ്മൾ നിർബന്ധമായും തേടി പോകേണ്ട ഉപദേശമാണ്. നമ്മുടെ മക്കളും കുടുംബമൊക്കെ ആ ഉപദേശം സ്വീകരിക്കാൻ, ആ ഉപദേശം തേടി പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കൗൺസിലിങ്ങിന് 2000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ പോകേണ്ട അവസ്ഥ വരും. ഇനി 145 ഇതിങ്ങനെ അള്ളാഹ് ആവർത്തിച്ച് പറയാണ്. അറാഫിലെ 145 മൂസാ നബിയോട് അല്ലാഹ് പറയാണ്, വകതബിനാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ വ മൗഇദത്തൻ വ തഫ്സീലൻ ലികുല്ലി ഷൈ ഫഖുദ്ഹാ ബിഖുവ വ ഉമർ ഖൗമക യഖുദു ബിഅഹ്സനിഹാ സഉരീകും ദാറൽ ഫാസിഖീൻ. ഇതിൽ നമ്മൾ നോക്കേണ്ട 1-2 വാക്കുകളുണ്ട് കേട്ടോ. അതായത് പിന്നെ ഇപ്പം എന്താ ഇപ്പം പറഞ്ഞു വരുന്നത്, വേദഗ്രന്ഥങ്ങളൊക്കെ എന്താണ്? മൗഇദത്താണ്. ഇത് മൂസാ നബിയോട് പറഞ്ഞൊരു വാക്ക് നോക്കി നിങ്ങൾ. പിന്നെ ഇത് നമ്മളെ അൽവാഹുകളിൽ തീർച്ചയായും നാം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളുടെയും മിൻ കുല്ലി ഷൈഇൻ മൗഇദത്തൻ വ തഫ്സീലൻ ലികുല്ലി, എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണവും എല്ലാ കാര്യങ്ങളുടെയും പിന്നെ ഉപദേശവും നാം ഈ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞ ഖുർആനിലും അതുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും തഫ്സീലായിട്ട് വിശദമായിട്ട് ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്, എല്ലാ വേദഗ്രന്ഥങ്ങളിലുണ്ട്. ഇവിടെ മൂസാ നബിക്ക് കൊടുത്ത അൽവാഹുകളിൽ നാം എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മൂസാ നബിക്ക് കൊടുത്ത ഏടുകളിൽ നാം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരണം. ഒരു മനുഷ്യനെ ബാധിക്കുന്ന, ഞാൻ ഒരു കാര്യം, ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഖുർആനിൽ അള്ളാഹു പരാമർശിക്കാതെ പോയിട്ടുണ്ടാവില്ല.
ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏത്, ഇപ്പം നമ്മൾ ഉപദേശക്ക് ആവശ്യമാവില്ല എന്താ അവിടെയാണ് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അല്ലെ, ഒരു വിഷയങ്ങൾ അവിടെ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏത് പ്രശ്നമാവട്ടെ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാര മാർഗം ഖുർആനിൽ പറയാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഒരു മനുഷ്യനെ ബാധിക്കുന്ന, അവൻ്റെ കുടുംബത്തെ, അവൻ്റെ മനസ്സിനെ, അവനെ ബാധിക്കുന്ന എന്ത് വിഷയമാകട്ടെ അതിൻ്റെ പരിഹാരം എവിടെ ഉണ്ടാവും? ഖുർആനിലുണ്ടാവും. ഇനി മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ കാരണം എവിടെ ഇരിക്കുന്നത്? ഖുർആനിൽ അള്ളാഹ് പറഞ്ഞൊരു വിഷയത്തെ നമ്മൾ അവഗണിച്ചതായിരിക്കും അതിൻ്റെ കാരണം. എല്ലാ മേഖലയിലും വേണ്ട. ഇപ്പൊ ഒരാൾ നിസ്കാരമുണ്ട്, നോമ്പിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളുള്ള ഒരാളായിരിക്കാം, അയാൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞൊരു വിഷയത്തിൽ ആ വിഷയത്തിൽ അയാൾ അശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവും. ആ വിഷയത്തിൽ അയാൾ അശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അതായിരിക്കും അതിന്റെ കാരണം, മൂല കാരണം അതായിരിക്കും. അപ്പൊ അത് വരാതിരിക്കാനുള്ള മുഴുവൻ വിശദീകരണങ്ങളും അള്ളാഹ് ഇതിൽ പറഞ്ഞിട്ട്, അതാണ് ഇത് വല്ലാത്തൊരായത്താണ്. എല്ലാത്തിൻ്റെയും വിശദമായ കാര്യങ്ങൾ അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഫഖുദ്ഹാ ബിഖുവ്വ. ആ വാക്ക് നോട്ട് ചെയ്ത് വെക്കണം, നിസ്സാരാക്കരുത്. ഫഖുദ്ഹാ ബിഖുവ്വ, ശക്തിയോടെ അത് എടുക്കണം. ഏത്? വേദഗ്രന്ഥത്തിലെ ഉപദേശങ്ങളെ എങ്ങനെ സ്വീകരിക്കണം? ഖുദ്ഹാ ബിഖുവ്വ. അതിനൊരു പവർ വേണം, ഒരു ശക്തി വേണം. ആ ശക്തിയോടെ നമ്മൾ സ്വീകരിക്കണം. അത് നമ്മുടെ നമ്മൾ എവിടെയാണോ ഖുർആനിൽ ഒരു കാര്യം അലംഭാവത്തോടെ സ്വീകരിച്ചത്, നമ്മൾ ഈ അലംഭാവത്തോടെ എവിടെ നമ്മൾ കണ്ടോ അവിടെ പ്രശ്നം ഉണ്ടാവും. നിസ്സാരാക്കിയോ അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ വേദഗ്രന്ഥത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് അതിനെങ്ങനെ സ്വീകരിക്കണം? ഫഖുദ്ഹാ ബിഖുവ്വ, ശക്തിയോടെ സ്വീകരിക്കണം. എന്നിട്ട് ഉമുർ ഖൗമക, കണ്ട, നിന്റെ കൗമിനെ ഉപദേശിക്കണം. കൗമിന്. അപ്പൊ ഒരാള് ഉപദേശം തേടി വന്നാൽ എന്തുകൊണ്ട് ഉപദേശിക്കണം? ഖുർആൻ കൊണ്ട് ഉപദേശിക്കണം. അങ്ങനത്തെ കൗൺസിലിംഗ് കിട്ടുന്നിടത്തൊക്കെ പോകാവൂ, അല്ലാത്തടത്തേക്ക് പോകരുത്. ഖുർആൻ കൊണ്ടുള്ളൊരു ഉപദേശം, ആ ഉപദേശം ഫലം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ 2000, 5000, 10,000 ഒക്കെ കൊടുത്ത് എന്നല്ലാതെ കുറെ മരുന്നും കിട്ടി, കുറെ നാഡി നരമ്പുകളൊക്കെ കുറെ ക്ഷീണിച്ച് അത് കിടന്നുറങ്ങി തളർത്തിട്ടു എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടൂല. മനസ്സിലാ? മനുഷ്യനെയും മനുഷ്യന്റെ മനസ്സിനെയും, മനഃശാസ്ത്രം അതാണല്ലോ, വനഫ്സിൻ വമാ സവ്വാഹ, അതിന് രീതിയുണ്ട്. റബ്ബാണത് ക്രമപ്പെടുത്തിയത്. മനസ്സ് തന്നെയാണ് സത്യം, അതിനെ ക്രമപ്പെടുത്തിയ രീതിയും തന്നെയാണ് സത്യം. വെറും കേവലം മനസ്സിനെ മാത്രം സത്യം ചെയ്തല്ല പറഞ്ഞത്, അതിനെ ശരിപ്പെടുത്തിയ രീതിയും തന്നെയാണ് സത്യം. ആ രീതി ആരുതാ? എന്റെ മാനസികാവസ്ഥ അല്ല നിങ്ങളെ മാനസികാവസ്ഥ. ഓരോ മനുഷ്യനെയും മാനസികാവസ്ഥയിൽ വ്യത്യാസമുണ്ട്, നമ്മളെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്, നമ്മളെ ചിന്തകളിൽ വ്യത്യാസമുണ്ട്, നിലപാടുകളിൽ വ്യത്യാസമുണ്ട് ഓരോരുത്തർക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? അതുകൊണ്ട് എല്ലാവർക്കും എന്താവണമെന്നില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു സുബഹിക്ക് നേരത്തെ നീക്കും, ജമാഅത്തിന് വരും, അതിൽ ഒരിക്കലും ക്ഷീണോ പ്രയാസോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. എന്നാൽ അങ്ങനെയുള്ള ചില ആൾക്കാർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്കോ ആ പോരായ്മ ഒന്നും ഉണ്ടാവില്ല. ഓർക്ക് ആ സമയത്ത് നീക്കാനാ വലിയ പ്രശ്നമാണ്. സുബീന്റെ സമയത്ത് നീച്ചിന്റെ അത്ര വലിയ പ്രശ്നമാണ്. വേറെ ഒരു പ്രശ്നം ഓർക്ക് ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളാണ് അല്ലെ. അവിടെയാണ് ഖുർആൻ ഇടപെട്ടിട്ട് അവിടെ നമുക്ക് എവിടെയാണോ അവിടെ ആ പോരായ്മ ഉള്ളോടുത്ത് അല്ലാഹു തആല നമുക്ക് ആശയങ്ങൾ പറഞ്ഞു തരണം. അതാണ് ഈ ആയത്ത്. അതുകൊണ്ട് ഉമുർ ഖൗമക യഉഖുദു ബിഅഹ്സനിഹാ. എന്താണ് യഉഖുദു? അതിലേറ്റവും നല്ലതിനെ നിങ്ങൾ ആ ഖുർആൻ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളൊക്കെ എന്താണ്? വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. അതാണ് ഏറ്റവും നല്ലത്. അതാണ് മനസ്സിലല്ല പറഞ്ഞ ആ ഏറ്റവും നല്ലതിന് എന്ത് ചെയ്യണം? ശക്തിയോടെ സ്വീകരിക്കണം. അപ്പൊ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഒരു ദുർബലതയോ അമാന്തമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മൗഇലത്ത് എന്ന ഒരു വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിൽ ഏതൊക്കെ രൂപത്തിലാണ് പറഞ്ഞു തരണമെന്ന്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അപജയം സംഭവിച്ചാൽ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ നമുക്ക് യഅദുക്കും. ബാക്കി എന്താണ് നമ്മൾ ആയത്ത് എന്താണ് പഠിക്കുന്ന ആയത്ത്? യഅദുക്കും അൻ തഊദു ലിമിസ്ലിഹി
അബദ. ജീവിതത്തിൽ ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു. ഇത്രയും പ്രസക്തമായി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വെച്ചുകൂടാൻ പറ്റാത്ത, നമ്മളൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് കുടുംബത്തോടൊപ്പം ഒന്ന് ഒഴിഞ്ഞിരുന്ന് കേട്ട് മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ ഒരിക്കലും ഒരു കൗൺസിലറുടെ മുന്നിലേക്ക് എത്തിപ്പെടേണ്ടതില്ലാത്ത വിധം. അത് അവൻ്റെ പോയിന്റ് അതാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉപദേശം നമ്മൾ തേടിപ്പോകുന്ന ഒരു ഘട്ടം നമുക്ക് വരികയാണ്. ഒരാളെ ഉപദേശം തേടിപ്പോകലാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അത് 2000 5000 ഒക്കെ തേടിപ്പോകും നമുക്ക്. കാരണം നമ്മളെ മക്കളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അറിഞ്ഞാൽ നമുക്ക് ആളുകൾ അറിഞ്ഞാൽ പ്രയാസമാണ് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. എങ്കിൽ ഒരു വല്ലാത്തൊരു സങ്കടവും പ്രയാസവും വരുന്ന സമയത്താണ് നമ്മളത് തേടിപ്പോകുന്നതെങ്കിൽ, അത്തരം തേടിപ്പോകേണ്ട അവസ്ഥകൾ വരുന്നത് നിർബന്ധമായും നമ്മൾ തേടി വരേണ്ട മൗഇദത്ത്, ഉപദേശം നമ്മളെ മുന്നിലുണ്ട്. അത് അവഗണിച്ചത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തെങ്കിലും ജീവിതത്തിൽ ഒരു കൗൺസിലിങ്ങിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഘട്ടം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ മക്കളൊക്കെ നമ്മളെ കുടുംബത്തിനോ, കാരണം നാട്ടുകാരെ അറിയരുത്, വീട്ടുകാർ ആരും അറിയാതെ നമ്മൾ അതിനു വേണ്ടി കൊണ്ടുപോകുന്നത് ഒരു നിർവാഹമില്ലാത്ത സമയത്താണ്. അത്തരം ഘട്ടങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരു കൗൺസിലിങ്ങിന് ജീവിതത്തിൽ നമുക്ക് പോകേണ്ടി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞ ഇത്രയും സമയം പറഞ്ഞത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ വരണം. ഇതിനും വലിയൊരു ഉപദേശം നമുക്ക് വേറെ കിട്ടാനില്ല. അത് തേടി നമ്മൾ വരണം, അത് അന്വേഷിച്ച് നമ്മൾ വരണം. നമ്മൾ അങ്ങോട്ട് വന്ന് ഉപദേശിക്കണം, നമ്മൾ ഉപദേശം തേടി പോകുന്നതും രണ്ടാണ്. അപ്പം അതുകൊണ്ട് ഉപദേശം തേടി പോകേണ്ടതാണ് അത് പരിശുദ്ധ ഖുർആൻ. ഇതാണ് ഇത്രയും ഈ 3-4 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നമ്മൾ ഈ വിഷയം അവസാനിക്കും. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പുതിയ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഉണർത്തി തീരുമാനാവട്ടെ. ഈ പഠിച്ചതും കേട്ടതുമൊക്കെ അമലാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.